2026 GT710, GT730, GT740 വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ 1 മിനിറ്റ്. ഈ കാർഡ് 10-12 വർഷം മുമ്പ് യൂസ് ചെയ്തിട്ടുള്ള ആർക്കിടെക്ചർ വെച്ചിട്ടാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ലേറ്റസ്റ്റ് ഗെയിമിങ്ങും ഹെവി എഡിറ്റിംഗ് ഒന്നും ഈ കാർഡ് കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ കാർഡിന് കുറച്ച് യൂസ് കേസ് ഉണ്ട്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പഴയ PC ആണ്, നിങ്ങൾക്ക് ഒരു ഡിസ്പ്ലേ ഔട്ട് വേണമെങ്കിൽ ഈ കാർഡ് യൂസ് ചെയ്യാം. മൾട്ടിപ്പിൾ ഡിസ്പ്ലേ ഔട്ട് കണക്ട് ചെയ്യണമെങ്കിലും ഈ കാർഡ് യൂസ് ചെയ്യാം. ഇനി വീഡിയോസും ഫോട്ടോസും മാത്രം കണ്ടാൽ മതിയെങ്കിലും ഈ കാർഡ് യൂസ് ചെയ്യാം. നിങ്ങൾ ലേറ്റസ്റ്റ് ഗെയിമിങ്ങിനെ കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട. അഥവാ നിങ്ങൾ ലേറ്റസ്റ്റ് ഗെയിം ഈ കാർഡ് യൂസ് ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ക്വാളിറ്റി കുറവായിരിക്കും, അതിന്റെ പെർഫോമൻസും നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും കുറവായിരിക്കും. ഇനി എഡിറ്റിംഗിന്റെ കേസ് ആവട്ടെ, ലേറ്റസ്റ്റ് കാർഡിൽ യൂസ് ചെയ്തേക്കുന്ന ഒരു എൻകോഡേഴ്സും ഈ കാർഡിൽ അവൈലബിൾ അല്ല. ഹെവി എഡിറ്റിംഗും റെൻഡറിംഗും ഒന്നും നടക്കത്തില്ല. എന്റെ റെക്കമെൻഡേഷൻ, നിങ്ങളുടെ കയ്യിൽ ഒരു 4000 തൊട്ട് 8000 വരെയാണ് നിങ്ങൾ ബഡ്ജറ്റ് എങ്കിൽ യൂസ്ഡ് മാർക്കറ്റിലോട്ട് നോക്കുക. OLX, ഫേസ്ബുക്ക് അല്ലെങ്കിൽ സെക്കൻഡ്സ് വിൽക്കുന്ന കടകൾ. എന്നാൽ നിങ്ങൾക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ GTX RX സീരീസ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഈ കാർഡിന്റെയൊക്കെ പെർഫോമൻസ് GTയെക്കാളും പകൽ ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പ്ലേ ഔട്ടിന് വേണ്ടി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ മോണിറ്ററിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ചുമ്മാ വീഡിയോസ് കാണാനാണ് നിങ്ങൾ പ്ലാൻ എങ്കിൽ GT710, GT730 ഒക്കെ പർച്ചേസ് ചെയ്യാം. പക്ഷേ ഗെയിമിങ്, സ്ട്രീമിങ്, ഹെവി എഡിറ്റിംഗ് ഒക്കെയാണ് നിങ്ങൾ പ്ലാൻ എങ്കിൽ നല്ലൊരു ഗ്രാഫിക്സ് കാർഡ് പർച്ചേസ് ചെയ്യുക. നിങ്ങൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് GT710, GT730, GT740 ആണോ? നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഗ്രാഫിക്സ് കാർഡിലോട്ടാണ് അപ്ഗ്രേഡ് ചെയ്യുന്നത് അത് കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, അതേപോലെ ഷെയറും ചെയ്യുക.